ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ തൃപ്പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനചിന്തയായ 120-ാം സങ്കീർത്തനം 1-ാം വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. 120-ാം സങ്കീർത്തനം മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങളെ ആരോഹണ ഗീതങ്ങളായിട്ടാണ് പറയുന്നത്. ബാബിലോനിയ പ്രവാസത്തിൽ നിന്ന് സ്വതന്ത്രരായി സിയോനിലേക്ക് തിരിച്ചു വന്നപ്പോഴും തീർത്ഥാടകർ മല കയറുമ്പോഴും പാടാൻ രചിച്ച ഗീതങ്ങളായതുകൊണ്ടാണ് ഈ പേര് ഉണ്ടായത്. ഈ ഗീതങ്ങളുടെ ശീർഷകത്തിൽ ആരോഹണ വിശേഷണം സ്വർഗാരോഹണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്വയമുയർത്തി പാടാനുള്ള നിർദ്ദേശമാണിതിൽ അടങ്ങിയിരിക്കുന്നതെന്നും അഭിപ്രായമുണ്ട്. സങ്കീർത്തനക്കാരൻ്റെ അനുഭവത്തിലും നിരീക്ഷണത്തിലും കണ്ടറിഞ്ഞ ഒരു സത്യം, ദുരിത നിവാരണത്തിനും അഭീഷ്ടസിദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് മനുഷ്യനെന്നാണ്. ഇത് സാധാരണ ജനത്തിൻ്റെ ഒരു സമർപ്പണമാണ് ദൈവസന്നിധാനത്തിങ്കൽ. ആകയാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതായ ചില സൽഗുണങ്ങൾ, സത്യസന്ധതയും നീതിപൂർവവുമായി പ്രവർത്തിച്ചാലും വിമർശനങ്ങളും വ്യാജാരോപണങ്ങളും നമുക്കെതിരായിട്ടുണ്ടാകാം. കർത്താവ് തന്നെ മുന്നറിയിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീനെന്ന് വിശുദ്ധ മത്തായി 5:11. പരദൂഷണവും പരിഹാസവുമായി നടക്കുന്നവർക്ക് താൽക്കാലിക നേട്ടവും വിജയവും ഉണ്ടാകാം. എന്നാൽ നീതിമാനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് തക്ക ശിക്ഷ ലഭിക്കാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ശിക്ഷയുടെ അസ്ത്രം ഏറ്റവും മൂർച്ചയുള്ളതും ദഹനാഗ്നി തീക്ഷ്ണവുമായിരിക്കും. സങ്കീർത്തകൻ 37-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അവൻ സ്വദേശിയുമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കും, പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ അവൻ്റെ പൊടി പോലും കണ്ടില്ല എന്ന്. ഞാൻ സമാധാനപ്രിയനാകുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ മത്തായി 5:9. ഭവനത്തിലും സമൂഹത്തിലും നമ്മുടെ പ്രവർത്തനവേദികളിലും കലഹത്തിൻ്റെയും തർക്കത്തിൻ്റെയും രംഗങ്ങൾ ഉണ്ടാകാം. സമരമുഖങ്ങളും പ്രത്യക്ഷപ്പെടാം. അവിടെ സമാധാനം സംരക്ഷിക്കുവാനുള്ള ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിയും ഏറ്റെടുക്കേണ്ടത്. ചിലപ്പോൾ സംരംഭം തിരസ്കരിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യാം. വിധ്വംസകമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് ഓർക്കണം. വിധ്വംസങ്ങൾക്ക് വളമിടുന്ന ശത്രുക്കളെ നമുക്ക് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എങ്കിലും ഭഗ്നാശരാകാതെ ദൗത്യം തുടരുകയാണ് വേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയനായ പിതാവേ, കാറും കോളും കുടിയിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മധ്യേ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന കപ്പലിൽ നീ ഉണ്ടായിരുന്നതുപോലെ ഞങ്ങളുടെ ജീവിതമാവുന്ന നൗകയിൽ അവിടുന്ന് ഉണ്ടായിരിക്കണമേ. സഭയെ ഉപദ്രവിക്കുന്ന ശത്രുക്കളെ, ആന്തരികവും ബാഹ്യവുമായ ശത്രുക്കളെ ഞങ്ങളിൽ നിന്ന് ഓടിച്ചു കളയണമേ. ഞങ്ങൾ എന്നാളും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ.